വെള്ളാപ്പള്ളി നടേശന്റെ സമത്വ മുന്നേറ്റ യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ജലസമാധി ആകാൻ ഇനി എത്ര സമയം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഒപ്പം ആറ്റിങ്ങൽ കഴിഞ്ഞപ്പോൾ കാക്കി നിക്കറും വെള്ള ഉടുപ്പും എന്ന VSന്റെ പരിഹാസം എത്രത്തോളം യാഥാർത്ഥ്യമായി? ചർച്ചയിലേക്ക് നേരിട്ട് തന്നെ കടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ്, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, ഒപ്പം SNDP യോഗം വക്താവ് ശ്രീ KM സന്തോഷ് കുമാറും ശ്രീ CK വിദ്യാസാഗറും ഈ ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം SNDP യോഗം വക്താവ് ശ്രീ KM സന്തോഷ് കുമാർ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ യാത്ര. താങ്കൾ കാസർഗോഡ് മുതൽ ഇതുവരെയുള്ള യാത്രയെ കൂടെ ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിമർശനങ്ങളും താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ നാളെ അവസാനിക്കാൻ പോകുന്ന യാത്രയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഈ യാത്ര കേരളത്തിന്റെ ചരിത്രത്തിലെ വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഈ കേരളത്തിൽ കഴിഞ്ഞ 58 വർഷമായി മാറി മാറി ഭരിച്ചിരുന്ന ഭരണകക്ഷികളുടെ വിവേചനങ്ങൾക്കെതിരെയുള്ള ആത്മഹരിക്കപ്പെട്ട ദുഃഖിതരുടെ യാത്രയായിരുന്നു. കാസർഗോഡ് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ അവിടെ മഴ പെയ്യും. പക്ഷെ ആ മഴയിൽ വലിയ മഴയിൽ പോലും കത്തിക്കളത്ത് വിളക്ക്. ശ്രീ KM സന്തോഷ് കുമാർ, ദയവായി ആ ടെലിഫോൺ ലൈൻ എന്തോ പ്രശ്നമുണ്ട്, കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി താങ്കളിലേക്ക് വരാം. ദയവായി ക്ഷമിക്കുക. ശ്രീ JR പത്മകുമാർ, BJP ആണല്ലോ രണ്ടാമത് ഈ കാര്യത്തിന് ഉത്തരം പറയേണ്ടത്. കാരണം ഡൽഹിയിൽ നിന്ന് നേരിട്ട് അമിത്ഷായുടെ ഇടപെടലിലൂടെ വെള്ളാപ്പള്ളി നടേശൻ സ്ക്രിപ്റ്റ് കൃത്യമായി പൂർത്തിയാക്കുന്ന നിമിഷങ്ങളാണ് വരുന്നത്. ആ അർത്ഥത്തിൽ BJP വിചാരിച്ചതിനേക്കാൾ അല്ലെങ്കിൽ BJPക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ അതിനെ വിലയിരുത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം ലാലിനുണ്ട്, അല്ല മറ്റ് പാർട്ടിക്കാർക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതിലൊരു പക്ഷമേ അല്ലല്ലോ. SNDPയും നേതൃത്വത്തിൽ കേരളത്തിലെ ചില സാമുദായിക സംഘടനകളുമായി ചേർന്നിട്ട് കേരളത്തിലൊരു ജാഥ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ജാഥയെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇരട്ട നീതിയെ സംബന്ധിച്ചിടത്തോളം, ചിറ്റമ്മ നയങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യം, ഹിന്ദു സമൂഹം നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിടത്തോളം കാര്യം, ആ ജാഥയിൽ ഉന്നയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമത്വ മുന്നേറ്റ യാത്ര ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. നാളെ ശംഖുമുഖത്ത് അത് അവസാനിപ്പിക്കും. അത് അവസാനിച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ കക്ഷി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രസ്താവന ശരിയാണെങ്കിൽ രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷമാണ് പിന്നെ ഞങ്ങൾ അതുമായി യോജിക്കുമോ, അവരും ആലോചിക്കേണ്ടത് BJPയുമായി യോജിക്കണമോ വേണ്ടേ എന്നുള്ളത്. അല്ലാതെ ഇതിനെ സംബന്ധിച്ച് പക്ഷേ ഈ യാത്രക്കിടയിൽ കേട്ടതും കണ്ടതും ഒക്കെ വീണ്ടും വിലയിരുത്തലിലേക്ക് വരുമ്പോൾ എന്താകുമെന്നുള്ളതാണ്. അങ്ങയിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ KM സന്തോഷ് കുമാർ, പറയൂ. ഇത് കൈരളി TV ആണോ സാർ? പറയണം. ഇത് കൈരളി TV ആണ്. ഇത് ശ്രീ KM സന്തോഷ് കുമാർ ആണോ? അല്ലല്ല, ഇത് റിസപ്ഷൻ ആണ്. ഞാൻ ശ്രീ സന്തോഷ് കുമാറിലേക്ക് തിരിച്ചു വരാം. എന്താണ് സാങ്കേതികമായി സംഭവിക്കുന്നതെന്നും അറിയില്ല. വളരെ വലിയ തമാശകളാണ് എന്തായാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, എന്തായാലും ഇടതുപക്ഷമാണ് വളരെ ശക്തമായി ഈ യാത്രയെ ഇപ്പോൾ എതിർക്കുന്നത്. വർഗീയ ഇതേക്ക് വേണ്ടിയുള്ള സെമിനാറുകളും വലിയ മാർച്ചും DYFIയും ഒക്കെ നടത്തുന്നു. അതിൻ്റെ സമാപനവും നാളെയാണ്. ഏതർത്ഥത്തിലാണ് വെള്ളാപ്പള്ളി തുടങ്ങിയിടത്തു നിന്ന് നാളെ അവസാനിക്കുമ്പോൾ ഇടതുപക്ഷം ഈ യാത്രയെ കാണുന്നത്? അല്ല, വെള്ളാപ്പള്ളിയെ കൊണ്ട് യാത്ര നടത്തിപ്പിക്കാൻ നിശ്ചയിച്ചത് വെള്ളാപ്പള്ളിയല്ല, വെള്ളാപ്പള്ളിയുടെ നേതൃത്വമല്ല, കേരളത്തിൽ നിന്നുമല്ല, ഡൽഹിയിൽ നിന്നാണ്. BJPയുടെ ദേശീയ അധ്യക്ഷനായി ലോകമാകെ അറിയപ്പെടാൻ കാരണമായ ഗുജറാത്ത് വംശീയ ഹത്യ ഫെയിം ശ്രീ അമിത് ഷാ ഡൽഹിയിൽ സംസ്ഥാന BJP നേതൃത്വം പോലും അറിയാതെ ചർച്ച നടത്തിയെന്ന് പത്രങ്ങൾ പറയുന്നു. നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര. കേരളത്തെ പഴയ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമാക്കി മാറ്റി തീർക്കാനുള്ള ശ്രമം ഈ യാത്രയിൽ ഉടനീളമുണ്ടായി. ഇവിടെ SNDPയുടെ വക്താവ് ഇവിടെ മഴ പെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. കാരാവൺ യാത്രയാണ്. കാരാവൺ യാത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച വാഹനത്തിലുള്ള യാത്രയാണ്.
മഴയല്ല, ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ ഒരു മാർച്ച് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. 400 കിലോമീറ്റർ തെക്ക് നിന്നും വടക്കു നിന്നും കാൽനടയായി നടന്ന് എറണാകുളത്ത് സമാപിച്ചിരിക്കുക. നാളെ അതിൻ്റെ മഹാസംഗമമാണ്. അപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥിരാംഗങ്ങളെ അനുധാവനം ചെയ്ത് 10,000 പേർ ഓരോ ദിവസവും ഞങ്ങളുടെ മാർച്ചിനകത്ത് പങ്കെടുത്തു. 10-20 ദിവസം ഞങ്ങൾ നടന്നു. അത് ലക്ഷക്കണക്കിന് യുവതിയുവാക്കളാണ് കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യത്തോടൊപ്പം DYFI ഉയർത്തിയ മുദ്രാവാക്യത്തോടൊപ്പം അണിനിരുന്നത്. എന്നാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ യാത്ര കോടികൾ ചെലവഴിച്ചു. എവിടുന്ന് അതിൻ്റെ ഫണ്ട് വന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഞങ്ങൾ നടത്തിയ സെക്യുലർ മാർച്ചിൻ്റെ ഫണ്ട് ഞങ്ങൾ പറഞ്ഞ തീയതികളിൽ 5 തീയതികൾ നിശ്ചയിച്ച് ഹുണ്ടിക വെച്ച് കളക്ട് ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച യാത്രയുടെ ഫണ്ട് എങ്ങനെ വന്നു? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ യാത്രയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി ഫോൺ ക്ലിയർ ആയില്ല. അദ്ദേഹം പറഞ്ഞു കേരളം ഇന്ന് വരെ കാണാത്തൊരു യാത്രയാണ്. ശരിയാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. കേരളം ഇന്ന് വരെ കാണാത്ത രീതിയിലേക്കുള്ള വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായൊരു യാത്രയാണ്, ഒരു തർക്കമില്ല. പ്രവീൺ തൊഗാഡിയൊക്കെയാണ് താൻ പഠിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പലവട്ടം തെളിയിച്ചു. ഏവരും അംഗീകരിക്കുന്ന മാതൃകാപരമായ മരണം, അതായത് തൻ്റെ ജീവിതം താൻ ഇതുവരെ കാണാത്ത അപരിചിതർക്ക് വേണ്ടി സ്വയം അർപ്പിച്ച നൗഷാദിനെ കുറിച്ച് നടത്തിയ പരാമർശം, ആ പരാമർശം എത്ര നീചമായിരുന്നു! കേരളത്തെ ഭ്രാന്താലയ കാലത്ത് പോലും ആരും പറയാൻ മടി കാണിക്കുന്ന രീതിയിലുള്ള പരാമർശം. പക്ഷേ ഇത് കേരളമായതുകൊണ്ട് അതിൽ നിന്നും അവസാനം 3-ാം ദിവസം അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വീട്ടുപടിക്കൽ പോകേണ്ടി വന്നു. നൗഷാദിൻ്റെ വീട്ടുപടിക്കൽ. നൗഷാദിൻ്റെ ഉമ്മ അതിനെക്കുറിച്ച് പറഞ്ഞൊക്കെ നമുക്കറിയാം. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെക്കുറിച്ച് ആരും എതിർത്ത് പറയാറില്ല. എന്നാൽ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെക്കുറിച്ച് മോശമായി പറഞ്ഞു. അപ്പോൾ ബോധപൂർവം വികാരം സൃഷ്ടിച്ച് കുഴപ്പമുണ്ടാക്കി യാത്ര ശ്രദ്ധിക്കപ്പെടാനുള്ള ശ്രമം നടത്തി. യാത്രയിൽ ആളില്ല, യാത്ര കാണാൻ ആളില്ലാത്ത സ്ഥിതി വന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറാൻ യാത്ര ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അത് പല രീതിയിലും ശ്രമിച്ചു. പിന്നെ DYFIയുടെ മാർച്ചിന് വേണ്ടി മറുപടി പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സെക്യുലർ മാർച്ച് സംഘടിപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ യാത്രക്ക് ബദലായിട്ടില്ല. ഒന്നാമത് DYFIക്ക് ഒരു എരയല്ല വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ഈ സംഘവും അദ്ദേഹത്തിൻ്റെ ഈ കേരളത്തിൽ SNDP എന്താണ് ഇപ്പോ ഈ യാത്രയിലൂടെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്തിയോ, അതോ പ്രധാന വിമർശനമായ RSSന്റെ പ്രചാരകനായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാറിയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഏറ്റവും ആദ്യ ഘട്ടത്തിൽ വേണ്ടത്. അതാണ് നമ്മൾ ശ്രീ KM സന്തോഷ് കുമാറിൽ നിന്നും നേടാൻ ശ്രമിക്കുന്നതും. ഇപ്പോൾ ടെലിഫോൺ ലൈൻ ശരിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ KM സന്തോഷ് കുമാർ, താങ്കൾ പറയൂ. ഈ സമത്വ മുന്നേറ്റ യാത്രയുടെ പേര് തന്നെ സമത്വത്തിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. കഴിഞ്ഞ 58 വർഷമായി മാറി മാറി കേരളത്തിലെ ജനങ്ങളെ ഭരിക്കുവാൻ അവസരം കിട്ടിയ ഇടതു വലത് സർക്കാരുകൾ നടത്തിയ വിവേചനങ്ങളാണ് യാത്രയിലൂടെ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടതും ജനങ്ങളത് ശ്രദ്ധിച്ചതും. പിന്നെ ഇതിനകത്ത് ആളില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ തന്നെ ഈ ഒരു 5-ാം തീയതി ഈ മാർച്ചിന്റെ സമാപനവും മീറ്റിംഗും മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. അതേ ദിവസം കേരളത്തിലെ പ്രബലരെന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടന അതേ ദിവസം തന്നെ സെക്യുലർ മാർച്ച് സംഘടിപ്പിക്കുന്നു. അതേ ദിവസം തന്നെ കേരള ഗവൺമെന്റ് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നു. അതേ സമയത്ത് ഇതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പൊ തന്നെ എനിക്ക് ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് കോട്ടയം SNDP യൂണിയനിൽ നിന്ന് വരാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്ന 46 ബസ്സുകളുടെ പെർമിറ്റ് അവർക്ക് കൊടുത്തില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഈ യാത്രയെ തോൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. VS അച്യുതാനന്ദൻ പറഞ്ഞത് ആറ്റിങ്ങിലെത്തുമ്പോൾ വെള്ളാപ്പള്ളിയുടെ നിക്കറും വെള്ള ഷർട്ടും തയ്പ്പിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ബഹുമാന്യ ജനറൽ സെക്രട്ടറിയെ പ്രതിയാക്കി ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം 353A വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു. കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു ഞങ്ങളെ തകർക്കുവാൻ വേണ്ടി. പക്ഷേ ഈ യാത്ര കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലൂടെയാണ് യാത്ര ചെയ്തു വന്നത്. വിദ്യാർത്ഥികളുടെയും കൃഷിക്കാരുടെയും കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും ഈ രാജ്യത്തെ സർവ്വജനങ്ങളുടെയും ഹൃദയം കവർന്നുകൊണ്ട് വിവേചനങ്ങൾ അവസാനിപ്പിക്കണം. ഈ രാജ്യത്ത് 58 വർഷമായി ഇവിടെ നടക്കുന്ന വിവേചനങ്ങളെ കുറിച്ച് പറയുവാൻ എന്താണ് ഇവിടെ? ഇതിൽ ഒരു മാതാപിതാക്കൾ അവരുടെ സ്വത്തുക്കൾ അവരുടെ മക്കൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ ഖജനാവും ഭൂസ്വത്തും ഭൂമിയും അധികാരവും
പ്രകൃതി വിഭവങ്ങളും തുല്യമായി പ്രതികൾക്ക് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ സെക്യുലറിസം. ഇപ്പൊ സെക്യുലർ മാർച്ച് നടത്തുന്ന ഡിവൈഎസ്പിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവരുടെ ആ ഫ്ലെക്സ് ബോർഡുകൾ നോക്കിയാൽ അതിൽ സെക്യുലറിസം ഇല്ലെന്ന് മനസ്സിലാക്കാൻ സന്തോഷ് കുമാർ, ഞാൻ ഒന്ന് ഇടപെടുന്നു. ഡിവൈഎഫ്ഐയുടെ യാത്രയെക്കുറിച്ച് ശ്രീ KM സന്തോഷ് കുമാറിനുള്ള അഭിപ്രായത്തെക്കാൾ ഉപരിയായി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന സമത്വ മുന്നേറ്റ യാത്ര പറഞ്ഞിടത്താണോ എത്തിയത് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. അവിടെ അല്ല, എന്റെ ചോദ്യം ശ്രീ KM സന്തോഷ് കുമാർ ഒന്ന് പൂർണ്ണമായി കേൾക്കുക. അതായത് ആറ്റിങ്ങൾ എത്തുമ്പോൾ കാക്കി നിക്കറും വെള്ള ഉടുപ്പും എന്നായിരുന്നു VS പറഞ്ഞത്. പക്ഷെ അതിനു മുൻപ് തന്നെ നൗഷാദിനെ കുറിച്ച് പറഞ്ഞ ആ ദിവസം തന്നെ ആ യൂണിഫോം വെള്ളാപ്പള്ളി അണിഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഉയരുന്ന വലിയ വിമർശനം. ഒരിക്കലുമില്ല ലാലെ, അത് വെറും തോന്നൽ മാത്രമാണ്. അവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ ശിക്ഷിപ്പിക്കാനോ കഴിയുമെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ, ഇന്ത്യയിലെ നീതിന്യായ കോടതികൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഈ രാജ്യത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ആ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്ത് ശിക്ഷിപ്പിക്കട്ടെ. ഒരു കാരണവശാലും കഴിയില്ല. ഈ നാട്ടിൽ കാലങ്ങളായി നടന്നു വരുന്ന ഒരു വിവേചനം, ഒരിക്കലും നൗഷാദിനോടുള്ള അനാദരവോ നൗഷാദ് എന്ന ധീരനായ ചെറുപ്പക്കാരനെ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു മതത്തെ ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ ഈ രാജ്യത്ത് തുല്യത, ഇപ്പൊ തന്നെ ലാലെ, ഈ രാജ്യത്ത് ഈ കേരളത്തിലെ ആത്മഹത്യയുടെ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 70% ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. കാരണം ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവവും ഭൗതിക സാഹചര്യങ്ങളുടെ കുറവുകൾ കൊണ്ടുമാണ് സംഭവിക്കുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്താൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് 3% ശ്രീ സന്തോഷ് കുമാർ, വീണ്ടും ഞാൻ ഒന്നുകൂടി ഇടപെടുന്നത്, വെള്ളാപ്പള്ളിയുടെ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിലേക്ക് താങ്കളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന ജാഥ തുടക്കം മുതൽ പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾ കൂടിയ സമ്മേളനങ്ങളിലൂടെ കടന്നു വന്ന് തുടക്കത്തിൽ അവിടെ അതിന്റെ വിളക്ക് കൊളുത്തിയപ്പോൾ അവിടെ കൃഷ്ണപ്പരുന്ന് വട്ടമിട്ട് വരുന്നു. അതിനുശേഷം ഇവിടെ തിരുവനന്തപുരത്ത് ഗണപതി കോവിലിൽ വന്ന് പ്രാർത്ഥനാപൂർവ്വം ജാഥയുടെ ക്യാപ്റ്റൻ ജനനായകൻ തേങ്ങ ഉടച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു കൃഷ്ണപ്പരുന്തും തുടർന്ന് നിരവധി കൃഷ്ണപ്പരുന്തുകളും അദ്ദേഹത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയുണ്ടായി. ഉടനെ തന്നെ ചാറ്റമഴ പെയ്ത് ഇന്ന് വരെ ഇല്ലാതിരുന്ന ഒരു മഴ തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ വന്നപ്പോൾ മഴ പെയ്തുകൊണ്ട് പ്രകൃതി പോലും ഈ ജാഥയെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ ജാഥ പരിപൂർണമായ വിജയമാണ്. ഈ ജാഥ നാളെ പിറക്കാൻ പോകുന്ന കുട്ടി കേരളത്തിന്റെ നിയമസഭയിൽ കയറും, കേരളത്തിന്റെ നിയമസഭ ഭരിക്കും, കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും തുല്യനീതി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം. തിരിച്ചെത്താം ശ്രീ KM സന്തോഷ് കുമാർ. ഞാൻ മുഹമ്മദ് റിയാസിന് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടെന്നറിയാം, ഞാൻ അങ്ങയിലേക്കും തിരിച്ചെത്താം. പക്ഷെ അതിനു മുമ്പ് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ശ്രീ KM സന്തോഷ് കുമാർ പറഞ്ഞ പല ഇടത്തും പല കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയത് ഞാൻ റിസർവ് ചെയ്യുകയാണ്. കൃഷ്ണപ്പരുന്ത് തുടക്കത്തിലും ഇപ്പോൾ പല ഭാഗത്തും പറഞ്ഞതാണ് ശുഭസൂചകമായി ഈ യാത്രയെക്കുറിച്ചുള്ള നാളത്തെ അവസാനത്തെ ദിവസം സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളുടെയും ശുഭ സൂചനയായി ശ്രീ KM സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. നാളെ കോട്ടയത്ത് നിന്ന് പുറപ്പെടേണ്ട 46 ബസ്സിൽ ഇവിടെ എത്തേണ്ട ഒരു വലിയ സമൂഹത്തെ തടഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? ഇതുപോലെയുള്ള ചില തന്ത്രങ്ങളാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രീ കുഞ്ഞിക്കണ്ണൻ. ഞങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. നൗഷാദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ, മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായ സഹോദരൻ്റെ മരണത്തെ സംബന്ധിച്ച് ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന പരാമർശത്തെ ശക്തമായി എതിർത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ VM സുധീരനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം പ്രതികരിച്ചിട്ടുള്ളത്. അതിപ്പോൾ കേവലം കുറച്ച് ബസ്സൊക്കെ മുടക്കി ഇതൊക്കെ പൊളിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, എന്തോ ഒരു തെറ്റായ ഒരു ധാരണയായിരിക്കണം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ കൃഷ്ണപ്പന്ത്, ശ്രീ വെള്ളാപ്പള്ളി പോറ്റുന്ന കുറേ കൃഷ്ണപ്പരുന്ത് കാസർഗോഡും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് എന്നുള്ള അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെടുകയാണ്. യാദൃച്ഛികമായ ഏതെങ്കിലും ഒരു പക്ഷി പറഞ്ഞതിനെക്കുറിച്ചൊക്കെ കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം മാത്രമാണ് ശ്രീ ലാൽ പറയുന്നത്, കേരളം ഈ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായി രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ്.
അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി BJP നേതൃത്വം അവരുടെ മനസ്സിലുള്ള ഈ പറയുന്ന വർഗീയത പുറത്തു പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ വടക്കൻ രാഷ്ട്രീയമുണ്ടല്ലോ, BJPയുടെ വടക്കൻ രാഷ്ട്രീയം, അവരാവശ്യപ്പെട്ടിരിക്കുന്നു, അവർ ശാസിച്ചിരിക്കുകയാണ്. അടിയന്തരമായി വർഗീയതയിലേക്ക് BJP ലീഡർഷിപ്പ് പോകാത്ത പക്ഷം ഈ കേരളം എന്ന് പറയുന്ന BJPയുടെ കമ്പാർട്ട്മെൻറ്റ് തന്നെ തിരിച്ചുവിടും, അല്ലെങ്കിൽ അതിൻ്റെ ബന്ധം വിച്ഛേദിക്കും എന്നുള്ള ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് BJP പോലും വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. അതിനിടയിലാണ് വെള്ളാപ്പള്ളിയുടെ ഈ യാത്രയും അതോടൊപ്പം വളരെ മോശമായ രീതിയിൽ വർഗീയതയുടെ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ മനുഷ്യരെ മുഴുവൻ രണ്ട് തരമാക്കി മാറ്റുന്ന വളരെ മൃഗീയമായ രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് വെള്ളാപ്പള്ളി ഇറങ്ങിയപ്പോൾ BJP ആകെ സാഹസത്തിലാണ്. BJP ഇനി ഇവർ വെള്ളാപ്പള്ളിയെ സഹായിക്കാതിരിക്കാനും പറ്റില്ല. വെള്ളാപ്പള്ളി അതുപോലെ സഹായിച്ചാൽ അതിൻ്റെ ദുരന്തവും അവർക്കറിയാം. ശ്രീ മുരളീധരൻ നൗഷാദിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് മുമ്പേ ഒരു പത്രസമ്മേളനത്തിൽ വളരെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി വളരെ അഭിപ്രായ പ്രകടനം നടത്തി. പക്ഷേ നൗഷാദിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും പറയാൻ നിർബന്ധിതമായി. അപ്പം ഇപ്പോൾ BJP അനുഭവിക്കുന്ന ഒരു പ്രാണസങ്കടം വർഗീയതയുടെ കോമരങ്ങളായി തുള്ളണമോ, വെള്ളാപ്പള്ളി ആരംഭിച്ചിരിക്കുന്ന ഇതിനോടൊപ്പം നിന്നുകൊണ്ട് വളരെ മോശമായി കേരള രാഷ്ട്രീയത്തിൽ അധപ്പതിക്കപ്പെടണമോ എന്നൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം വീണ്ടും ഉയരുന്നത്, വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രസംഗം എന്നുള്ള പേരിൽ 153A ചാർത്തിക്കൊണ്ട് എടുത്തിട്ടുള്ള കേസിന് തുല്യമായി അതിനോടൊപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ, അദ്ദേഹത്തെ തടഞ്ഞോ, അതോ അത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എന്താണ് ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? വെള്ളാപ്പള്ളിയെ ഒന്ന് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണോ, അതോ കൃത്യമായി നിങ്ങൾ നിയമം നടപ്പാക്കുക തന്നെയാണോ ചെയ്യുന്നത്? എങ്ങനെ അത് തെളിയിക്കും? അതൊക്കെ ഒരു ദുർവ്യാഖ്യാനമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിന് അപകടകരമായ രീതിയിൽ സംസാരിക്കുകയും മനുഷ്യത്വപൂർണമായ സമീപനത്തെ പോലും വളരെ ചെറുതായി കാണിക്കുകയും നമ്മുടെ ജനമനസ്സിൽ പോലും വളരെ വേദനാജനകമായ സന്ദർഭം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രസംഗത്തിൻ്റെ നിജസ്ഥിതിയും ആ പ്രസംഗത്തിൻ്റെ വസ്തുതയും അതൊക്കെ പരിശോധിച്ച് പിന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താൽ അത് എവിടെ ചെന്ന് എത്തിക്കണമെന്ന് കോൺഗ്രസ് അല്ല തീരുമാനിക്കേണ്ടത്. അത് രജിസ്റ്റർ ചെയ്യുന്നു, അതിൻ്റെ തെളിവുകൾ ഹാജരാക്കുന്നു, തക്ക സമയത്ത് പോലീസ് പ്രതികരിക്കും. അതൊരു കൃത്യമായി KPCC ഓഫീസ് എന്ന് പറഞ്ഞിട്ടാണോ പോലീസ് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത്? അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അപ്പോൾ പൂർണ്ണമായും നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൻ്റെ അതിൻ്റെ തെളിവുകളും പോലീസിന് ആവശ്യമായ മറ്റു കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കുന്നു, തക്ക സമയത്ത് അതിൻ്റെ പ്രതികരണം നമുക്ക് കാണാം. അതിന് ദുർവ്യാഖ്യാനിച്ചിട്ട് ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഇപ്പോൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ വർഗീയതയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് കരുതിക്കൊണ്ടാണ് ഇടതുപക്ഷവും ഒരുക്കങ്ങൾ നടത്തി പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ അർത്ഥത്തിൽ നാളെ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എത്രത്തോളം അദ്ദേഹം ആ കാക്കി നിക്കറും വെള്ള ഉടുപ്പും അണിഞ്ഞിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുമുണ്ട്. ഇപ്പോൾ നിങ്ങളത് തെളിയിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുക? അതിനുള്ള മറുപടിയാണ് ഇനി വെള്ളാപ്പള്ളിയിൽ നിന്ന് കിട്ടേണ്ടത്. എന്താണ് നിങ്ങൾ കൃത്യമായി നിങ്ങൾ അതിനകത്ത് എടുത്തു പറയുക ഈ ഘട്ടത്തിൽ? റിയാസ്, ഒന്ന്, കാക്കി നിക്കറും ഷർട്ടും അദ്ദേഹം തിരുവനന്തപുരം എത്തേണ്ടി വന്നില്ല, ആലുവയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊഗാഡിയ പോലും അദ്ദേഹത്തെ സല്യൂട്ട് അടിക്കുന്ന രീതിയിലേക്കുള്ള നൗഷാദിനെ കുറിച്ച് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. പിന്നെ കാക്കി നിക്കർ കേരളത്തിൽ ചിലവാകില്ല എന്ന് ആലുവയിൽ തന്നെ അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് 2-3 ദിവസത്തിനുള്ളിൽ ആ നിക്കർ ഊരേണ്ടി വന്നു. ജനങ്ങൾ ഊരി. കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ ആ കാക്കി നിക്കർ വെള്ളാപ്പള്ളിയെ കൊണ്ട് ഊരിപ്പിച്ചു. താൽക്കാലികമായി ഭയപ്പെട്ട അയാൾ ഊരി. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറഞ്ഞത്. ഇവിടെ സമത്വത്തെക്കുറിച്ചാണ് യാത്ര എന്നൊക്കെ പറഞ്ഞല്ലോ. DYFIയുടെ മാർച്ചിനെ കുറിച്ച് ഞങ്ങൾ കാൽനടയായിട്ടാണ് നടന്നത്. വെയിലും കൊണ്ട് മഴയും കൊണ്ട് നടന്നു. മഴ പെയ്തത് പ്രകൃതി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പല മഴയും അറിഞ്ഞിട്ടുണ്ടാവില്ല. കേരാവൺ വണ്ടി ആയതുകൊണ്ട് മഴ പെയ്യുന്നുണ്ടോ ഇല്ലെന്ന് കണ്ണാടി കൂടി പുറത്തു വെക്കണം. പക്ഷേ ഞങ്ങളുടെ ശരീരത്തിൽ മഴ കൊണ്ടാ ഞങ്ങൾ 2 ജാഥകൾ 800 കിലോമീറ്റർ 400 നടന്നത്. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ ഇവിടെ സമത്വ സുന്ദര യാത്ര
ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? സംവരണത്തെക്കുറിച്ച് RSSന്റെ തലവൻ മോഹൻ ഭഗവത് പിന്നോക്ക വിഭാഗത്തിന് സംവരണം വേണ്ട, ദർ ഇസ് നോ റിസർവേഷൻ നീഡഡ് ഫോർ ദി ബാക്ക്വേർഡ് എന്ന് മോഹൻ ഭഗവത് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് ഈ സമത്വ യാത്രയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരക്ഷരം ഉണ്ടാഞ്ഞത്? ഹരിയാനയിലെ 2 കുട്ടികളെ പിന്നോക്ക വിഭാഗക്കാരായ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതിന് 2 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും 11 മാസമുള്ള ഒരു പെൺകുട്ടിയെയും ചുട്ടുകൊന്നു. ശ്രീ VK സിംഗ് എന്ന BJP നേതാവ് അതിനെ ഉപമിച്ചത് പട്ടിയെ തല്ലിക്കൊല്ലുന്നതിന് സമാനമെന്നാണ്. എന്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സമത്വത്തെക്കുറിച്ച് പറഞ്ഞ യാത്രയിൽ ഹരിയാന സംഭവത്തെക്കുറിച്ച് മിണ്ടാത്തത്? ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ വരുന്നു. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, എവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ട് കിട്ടിയത്? മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണോ, അതോ നിങ്ങളുടെ കോളേജുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള കോഴപ്രശ്നമാണോ, അതോ മറ്റ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണോ? അത് വ്യക്തമാക്കണ്ടേ? എന്തുകൊണ്ട് വ്യക്തമാക്കി? ഇനി ഇതൊന്നുമല്ല ഡൽഹി ആസ്ഥാനത്ത് നിന്ന് അമിത്ഷാ തന്ന പണമാണോ എന്നൊക്കെ ജനം അറിയാൻ താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. പിന്നെ ഇവിടെ സെക്ഷൻ 153A ഇട്ടതിനെ കുറിച്ച് പറഞ്ഞു KPCCയുടെ ഭാരവാഹി. സെക്ഷൻ 153A കോമ്പൗണ്ടബിൾ അല്ല, നോൺ ബെയിലബിൾ ഒഫൻസാണ്. എന്തേ അറസ്റ്റ് ചെയ്യാഞ്ഞത്? അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? പ്രവീൺ തൊഗാഡിയക്കെതിരെയുള്ള കേസ് പിൻവലിച്ചവരാ ഈ UDF ഗവൺമെൻറ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പേരിന് ഒരു സെക്ഷൻ വെച്ചൊരു കേസ് എടുത്തു എന്നല്ലാതെ ശക്തമായ നിലപാടെടുത്തിട്ടില്ല. ഇത് ഉമ്മൻചാണ്ടിയെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. രാജ്യത്ത് കോൺഗ്രസ് എടുക്കുന്ന സമീപനം, എപ്പോൾ അദ്ദേഹം ഗുജറാത്തിലെ വിജയം പറയും, ഗുജറാത്തിലെ വിജയവും രാജ്യത്തെ നിലപാട് ഒരുപോലെയല്ല. ദിഗ്വിജയ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ നാട് ചർച്ച ചെയ്യപ്പെട്ടതാ. വീരഭദ്ര സിംഗ് എന്ന ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ് ലോറി ഡ്രൈവറായ ന്യൂമാനെ തല്ലിക്കൊന്നവരെ അറസ്റ്റ് ചെയ്തില്ല. കർണാടകയിൽ കുൽബർഗിയെ കൊലപ്പെടുത്തിയ സംഘപരിവാറിന്റെ നേതൃത്വത്തെ പിടിക്കാൻ കർണാടക കോൺഗ്രസ് ഗവൺമെന്റ് തയ്യാറായില്ല. ഇങ്ങനെ കുറെ പ്രശ്നമുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇതിനോട് എടുത്തിട്ടുള്ള സമീപനം എന്ത്? ഈ സെക്ഷൻ എടുത്ത് കേസെടുത്തെന്നല്ല, ശക്തമായ നിലപാടെടുത്തോ? നിലപാടെടുക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ തൊഗാഡിയുടെ കേസ് പിൻവലിച്ച പോലെ പിൻവലിക്കാം എന്നൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ലേ എന്ന ചോദ്യം ജനം ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശക്തമായി ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ മിണ്ടിയിട്ടില്ല. ഒരു മകളുടെ ഭർത്താവിനോട് പെരുമാറുന്നത് പോലെ ഉള്ള ഒരു സ്നേഹ ബഹുമാനത്തോടു കൂടിയാണ് സംസാരം. ആ സംസാരമാണ് ഇവിടെ പ്രശ്നം. അപ്പൊ ഇത് എല്ലാവർക്കും ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് മുഹമ്മദ് റിയാസ്. ഏറ്റവും ആദ്യം KM സന്തോഷ് കുമാർ. സന്തോഷ് കേൾക്കാമെങ്കിൽ. ഹലോ ഹലോ സന്തോഷ് കുമാറിനോട് റിയാസ് ചോദിച്ച പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അതായത് ഈ തൊഗാഡിയേക്കാൾ വലിയ തൊഗാഡിയായി, തൊഗാഡിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ 100 നാവാണ് വെള്ളാപ്പള്ളിക്ക്. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ സംസാരിക്കുന്നതിനേക്കാൾ വലിയ താല്പര്യത്തോടു കൂടിയാണ് ഹിന്ദുക്കളുടെ കാര്യങ്ങൾ ഇപ്പോൾ വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് എന്നാണ് BJP നേതാക്കൾ പോലും പറയുന്നത്. അവിടെ പക്ഷേ സംവരണത്തിൻ്റെ കാര്യത്തിൽ മിണ്ടാട്ടമില്ല, ഹരിയാനയുടെ കാര്യത്തിൽ പറയുന്നില്ല, ഫണ്ട് എവിടെ നിന്ന് എന്ന് പറയുന്നില്ല. ഇതൊക്കെയാണ് റിയാസിന്റെ പരാതി. ഞാൻ പറയാം. ഫണ്ട് ഞങ്ങൾ രസീത് ബുക്കുകൾ ഞങ്ങളുടെ ഓരോ അംഗങ്ങൾക്കും കൊടുത്ത് അവിടുന്ന് സമാഹരിച്ചിട്ടുള്ള ഫണ്ട് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞത്, ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1999 തോന്നുന്നു ജയകൃഷ്ണൻ വധം, അധ്യാപകനെ ക്ലാസ്സിൽ കയറി കൊന്നത്. അതിനുശേഷം തുടർന്ന് കുറെ കൊലപാതകങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ആ രക്തസാക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് പാർട്ടി. ഒരു പരിസ്ഥിതി പറഞ്ഞനുസരിച്ച് 1,19,00,000 രൂപയുടെ ഫണ്ട് സമാഹരിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ കണക്ക് ഇവരാരെങ്കിലും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ആ രക്തസാക്ഷികളെ സഹായിക്കാൻ വേണ്ടി പിരിച്ച പൈസ ആരുടെ അക്കൗണ്ടിലാണ് ഇട്ടിരിക്കുന്നത്? ഇന്നും ആ രക്തസാക്ഷികളുടെ വിധവകൾ, ആ മരണപ്പെട്ട പോയ ആളുകളുടെ വിധവകൾ ഇന്നും പാർട്ടി സെക്രട്ടറിയുടെയും പാർട്ടി ഏരിയ സെക്രട്ടറിയുടെയും ലോക്കൽ സെക്രട്ടറിയുടെയും വാതിക്കൽ പോയി നോക്കി നിന്ന് അവരുടെ ഔദാര്യത്തിന് വേണ്ടി നിന്നിട്ട് 5,000 രൂപ കൊടുക്കുന്ന പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ രാജ്യത്ത് നടത്തുന്ന സന്തോഷ് കുമാർ, അവിടെ എന്റെ ഒരു ചോദ്യം, ഞാനൊന്ന് ആ ചോദ്യം അവിടെ ഒരു ഉപചോദ്യമായി ഞാൻ ഉന്നയിക്കുകയാണ് ശ്രീ സന്തോഷ് കുമാർ. അതായത് ഈ ഫണ്ടിന്റെ കാര്യം നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ മറുപടി പറയട്ടെ, എന്നാലും അത് ഉന്നയിക്കുകയാണോ? നിങ്ങളുടെ ഫണ്ടിനെ കുറിച്ച് പറയുകയാണ് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ശരി, ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ പാവപ്പെട്ട ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങനെ പിരിവെടുത്തിട്ടാണ് വരുത്തിരിക്കുന്നത്. ഞങ്ങൾ ആർക്കും 1 രൂപ കൊടുക്കുവോ അല്ലെങ്കിൽ വണ്ടി ബുക്ക് ചെയ്ത് കൊടുക്കുവോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഈ സംവരണത്തിന്റെ കാര്യത്തിൽ SNDPയുടെ കണക്ക് ചോദിക്കുന്നവർ ഇതുകൂടെ ഒന്ന് പറയണം. അവരുടെ ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച കണക്ക് ഏത് ബാങ്കിൽ ആരുടെ അക്കൗണ്ടിലാണ്, ഏത് അത് വന്നു
വന്നു. രണ്ടാമത്തെ കാര്യം സംവരണത്തെ കുറിച്ച് ഇങ്ങോട്ട് ചോദിക്കും. എനിക്കൊരു ചോദിക്കാനുണ്ട്. 57 അധികാരത്തിൽ വന്ന EMS നമ്പൂതിരിപ്പാട് സാമ്പത്തിക സംവരണം നടപ്പിലാക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. അദ്ദേഹമാണ് കാര്യക്ഷമതാ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടിരുന്നു കൊണ്ട് അദ്ദേഹം കുളത്തൂരിൽ കഴക്കൂട്ടത്തടുത്ത് കുളത്തൂർ ഒരു വായനശാലയുടെ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ കാര്യക്ഷമതാ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ തന്റെ ക്യാബിനറ്റ് എടുത്ത തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ യോഗത്തിന്റെ അധ്യക്ഷൻ കേരള കൗമുദി പത്രത്തിന്റെ പത്രാധിപർ K. സുകുമാരനായിരുന്നു. അതാണ് ചരിത്ര പ്രസിദ്ധമായ കുളത്തൂർ പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ക്ലറിക്കൽ തസ്തികയിലേക്ക് വന്നാൽ കാര്യക്ഷമത ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ എടുക്കണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസംഗം പരാമർശിച്ചു. ശ്രീ KM സന്തോഷ് കുമാർ, എന്റെ ഉപചോദ്യം ഇവിടെ എന്റെ ഉപചോദ്യം ഇതാണ്. ശ്രീ സന്തോഷ് കുമാർ, എന്റെ ഉപചോദ്യം ഇതാണ്. റിയാസ് ചോദിച്ച ചോദ്യം മോഹൻ ഭാഗവത് പറഞ്ഞ സംവരണത്തെ കുറിച്ചുള്ള ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സമത്വ മുന്നേറ്റ യാത്ര പറയുമ്പോൾ എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്നാണ്. അതിനുള്ള മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നയാൾ എത്ര സംശുദ്ധമായ മനസ്സോടുകൂടിയാണ് പറയുന്നത് നോക്കണ്ടേ? ഇവരുടെ ഈ സംവരണത്തെ സംബന്ധിച്ചുള്ള ഇവരുടെ നിലപാട് എന്താണ്? ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് എന്താണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേതാവായ EMS, ഞാൻ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമാണ് കുളത്തൂർ പ്രസംഗം. അന്നാണ് 2 വർഷക്കാലം ആ പ്രസംഗത്തിന്റെ അതായത് ശ്രീ KM സന്തോഷ് കുമാർ മറുപടി പറയുന്നത്, എന്റെ സംശയം ഇതാണ്, അതായത് മോഹൻ ഭാഗവത് പറഞ്ഞതിനോടുള്ള വെള്ളാപ്പള്ളിയുടെ നിലപാട് ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നില്ല. പകരം CPM-ന്റെ 1957 മുതലുള്ള EMS-ന്റെ നിലപാടുകളാണ് ഇവിടെ പകരം വെക്കുന്നത്. അതാണല്ലോ സംബന്ധിച്ചുള്ള CPM-ന്റെ നിലപാട് എന്താണ്? ശരി, അപ്പൊ അതിനുള്ള ഉത്തരവും അതാണ്. BJP ഇതൊക്കെ കേൾക്കണം ശ്രീ JR പത്മകുമാർ. അല്ല, അവരിവിടെ ഉത്തരം പറയട്ടെ. ഇവിടെ ഈ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ ഹിന്ദു സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ തന്നെ ഞാൻ കണക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കണക്കുകൾ ഞാൻ പറയാൻ തയ്യാറാണ്. എനിക്ക് അവസരം തന്നാൽ ഞാൻ പറയാം. അങ്ങനെയുള്ള സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞതാണ്. ഇവിടെയാണെങ്കിൽ എനിക്ക് ഇത്രയും ഊർജ്ജം എടുക്കേണ്ടി വരില്ലായിരുന്നു, ഈ ടെക്നിക്കൽ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അങ്ങ് നാളെയെങ്കിലും വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊന്നും വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരുന്ന ആളാണല്ലോ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാണ്. താങ്കൾ ഇങ്ങോട്ട് ഫോൺ വിളിച്ചുകൊണ്ട് ഞാൻ പെട്ടുപോയി ഇത് പറയുന്നതാണ് ഉത്തരങ്ങള്. അതുകൊണ്ട് എനിക്കിത് ഞാൻ പറയാൻ തയ്യാറാണ്. ഞാൻ കണക്ക് പറയാൻ തയ്യാറാണ്. ഇവിടുത്തെ വിവേചനത്തെ കുറിച്ച് പറയാൻ താങ്കൾ അവസരം. പിന്നെ നാളെ ഈ സംഗമത്ത് ഈ പരിപാടി നടക്കുമ്പോൾ, ഇതിന് മഹാസമ്മേളനം നടക്കുമ്പോൾ ദയവായി താങ്കളുടെ ചാനൽ ഈ സ്റ്റേജ് മാത്രം കാണിച്ചാൽ പോരാ, വരുന്ന ഓഡിയൻസിനെ കൂടെ ജനങ്ങളെ കാണിക്കണം എന്നൊരു അപേക്ഷ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരെയും. എത്ര അങ്ങ് പറയുന്ന 10 ലക്ഷം പേരോ എത്രയാണ്? 10 ലക്ഷം പേരെയാണോ എത്രയാണ് കൊണ്ടുവരുന്നത്? എല്ലാവരുടെയും മുഖം കാണിക്കാൻ പറ്റില്ല. പക്ഷെ 1 മണിക്കൂർ നേരം തത്സമയം അത് സംപ്രേഷണം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ഷെഡ്യൂളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ധൈര്യമായിരിക്കും ശ്രീ KM സന്തോഷ് കുമാർ. തത്സമയം ചെയ്യുമ്പോൾ സ്റ്റേജിലെ പ്രസംഗം മാത്രം കാണിച്ചാൽ പോരാ, വന്നിരിക്കുന്ന ജനങ്ങളെ കൂടെ കാണിക്കണം എന്നൊരു അപേക്ഷ. പ്രസംഗം അത്ര നല്ലതല്ലേ ശ്രീ KM സന്തോഷ് കുമാർ? അത് കേൾപ്പിക്കണ്ടേ? അത് കാണിക്കണ്ടേ? നല്ലതാണ്, പ്രസംഗം കാണിക്കണം. പക്ഷെ ആ കൂടെ വരുന്ന ആൾക്കാരെ കൂടെ തീർച്ചയായിട്ടും എന്തായാലും എല്ലാ മുഖങ്ങളും അവിടെ കാണിക്കാൻ ശ്രമിക്കും. ദയവായി അത് ഉറപ്പിക്കാം. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ചില ചോദ്യങ്ങൾ ശ്രീ KP കുഞ്ഞിക്കണ്ണനും ഉണ്ട് റിയാസിൻ്റെ വകയായി. എന്ത് ചെയ്തു? 153A ജാമ്യമില്ലാത്തതാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ JR പത്മകുമാർ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നത് വെള്ളാപ്പള്ളി നിങ്ങളെക്കാൾ വലിയ ഒരു വിശ്വ ഹിന്ദു നേതാവായി വളരുന്നു എന്നുള്ളതാണ്. പക്ഷേ BJP എന്ന രാഷ്ട്രീയ കക്ഷിയേക്കാൾ വലിയ രാഷ്ട്രീയ പാർട്ടിയായി വെള്ളാപ്പള്ളിയുടെ പാർട്ടി മാറിയാൽ BJPക്ക് പിന്നെ എന്ത് പ്രസക്തി? അങ്ങനെ കേരളത്തിൽ BJPയേക്കാൾ ഞങ്ങളെ ആഗ്രഹം ഞങ്ങൾ വളരണമെന്നല്ല. കേരളത്തിൽ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയല്ലല്ലോ, വേറെ പല പാർട്ടികളുണ്ട്. ആ പാർട്ടികളെക്കാൾ വളരെ നന്നായി വളരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം DYFIയുടെ നേതാവ് മുഹമ്മദ് റിയാസ് പറഞ്ഞു, ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അവർ ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്. വെള്ളാപ്പള്ളി ഏത് രീതിയിൽ നിക്കർ ധരിക്കുന്നു, ഷർട്ട് ധരിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ വളരെ അടുത്ത് പോയി കണ്ടിട്ടുണ്ട്, ദൂരെ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ അദ്ദേഹം ഏത് നിക്കറാണ് ധരിക്കുന്നത്, എപ്പോൾ ഊരുന്നു, എപ്പോൾ ഇടുന്നു എന്നുള്ള കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവർ ഇതിനെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അതായിരിക്കട്ടെ, ഇവിടെ അദ്ദേഹം ഉയർത്തിയ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരു മറുപടി പറയാത്തത്, ഈ അനീതി കാണിക്കുന്നുണ്ട്, ഇരട്ട നീതി കാണിക്കുന്നുണ്ട്. ആ പ്രശ്നം ശരിയാണ്. അതെന്താണ്? അതല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒത്തിരി അവസരം കൊടുത്തതല്ലേ. ഒരു രാജീവ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തോണി അപകടത്തിൽപ്പെട്ട 5 ആളുകളെ രക്ഷപ്പെടുത്തി 6ാമത്തെ ആളിനെ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ അദ്ദേഹം മരിച്ചു. ഒരു
ചില്ല് കാശ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈ കാസർഗോഡ് ഇപ്പോൾ ഈ DYFI ഒരു മുഹമ്മദ് ഫയസ് എന്ന ഏതൊരു ചെറുപ്പക്കാരനെ ഒരാൾ കൊന്നു എന്ന് പറഞ്ഞാൽ കഷ്ടകാലത്തിൽ അയാൾ ഹിന്ദുവായിപ്പോയി. കേരളത്തിൽ മുഴുവൻ പോസ്റ്റർ അടിച്ചല്ലോ. ഇതേ സ്ഥലത്ത് അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ അതേ രീതിയിൽ കൊല ചെയ്യപ്പെട്ടില്ലേ? ഒരു പൈസ കൊടുത്തോ ഗവൺമെൻറ്? ആരെങ്കിലും ആവശ്യപ്പെട്ടോ? മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിയോ സംശയൻ്റെ പാർട്ടിയോ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അവസാനം അരേ സമുദായവും ഹിന്ദു ഐക്യവേദിയും സമരം ചെയ്തപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ ഞാൻ പറയട്ടെ, ഇങ്ങനെ അനീതിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കിട്ട്. അതിനെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ വാഹനത്തിൽ വരുന്നോ തറയിൽ കൂടി നടക്കുന്നോ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് നേതാക്കന്മാർ ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും BJPക്ക് സന്തോഷമുണ്ടാക്കുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുവരുന്ന അജണ്ട BJPക്ക് കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തിലാണ്. ആരൊക്കെ അപകടത്തിൽ എത്ര ഹിന്ദുക്കളാണ് രക്ഷപ്പെടുത്താൻ പോയപ്പോൾ മരിച്ചത്, അവർക്ക് എത്രമാത്രം കോമ്പൻസേഷൻ കിട്ടി എന്ന കണക്കെടുപ്പിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ അതേ വഴിയിലേക്ക് BJPയും എത്തുന്നു എന്നാണ് ശ്രീ JR പത്മകുമാറിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ റിയാസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ 153A എടുത്തിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല. ജാമ്യം പോലും കൊടുക്കാൻ പാടില്ലാത്ത ആ വകുപ്പിൽ ഇപ്പോഴും വെള്ളാപ്പള്ളി ശംഖുമുഖത്തേക്ക് യാത്ര തുടരുമ്പോൾ, പല സാക്ഷിമൊഴികളും ഇപ്പോഴും രേഖപ്പെടുത്താതെ മുന്നോട്ട് പോകുമ്പോൾ, മുമ്പ് പ്രവീൺ തൊഗാഡിയയുടെ കേസിൽ എടുത്ത അതേ നിലപാട് തന്നെ എടുക്കും എന്ന് അവർ ഇപ്പോൾ മുൻവിധിയാണ് എഴുതുന്നതെങ്കിൽ കൂടി അത് ശരിയാകാനല്ലേ സാധ്യത? എങ്ങനെ നിങ്ങൾ അതിനെ പ്രതിരോധിക്കും? ഇല്ല, അതിപ്പോൾ CPM പ്രതിനിധി പറഞ്ഞ ആ കാര്യം അദ്ദേഹം ഒരു പ്രത്യേക താല്പര്യം വെച്ചും കോൺഗ്രസ്സിന് കിട്ടിയാലൊന്ന് അറ്റാക്ക് ചെയ്യണമെന്ന ആഗ്രഹം വെച്ചും സംസാരിക്കുന്നതാണ്. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്ന പ്രസംഗത്തിൻ്റെ മതേതരത്വ വികാരത്തിന് വിരുദ്ധമായും മനുഷ്യത്വത്തിനെതിരായും നടത്തിയ പ്രസംഗത്തിൻ്റെ ആ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ എത്ര ആൾക്കാർ സാക്ഷി പറഞ്ഞിട്ടുണ്ട്, കേസ് എവിടെയാണ് നിൽക്കുന്നത്, ഇതിനൊക്കെ കുറിച്ച് ആലോചിക്കാനുള്ള സമയമില്ലല്ലോ. ജാമ്യമില്ലാത്ത കേസാണെങ്കിൽ കേസിൽ ജാമ്യം കിട്ടിയാലല്ലേ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജാമ്യം കിട്ടിപ്പോയാൽ സ്വാഭാവികമായിട്ടും വെറുതെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് അർത്ഥമുണ്ട്. ഇതാവശ്യമില്ലാതെ കോൺഗ്രസ്സിന് കിട്ടിയാലൊന്ന് തട്ടുക എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുസൃതി ചോദ്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. വെള്ളാപ്പള്ളിയുടെ സമീപനത്തെക്കുറിച്ച് അതിശക്തമായി പ്രതികരിക്കുന്നതിൽ കോൺഗ്രസ് മുൻപന്തിയിലാണ്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ ശ്രീ VM സുധീരൻ ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളെ, വെള്ളാപ്പള്ളിയുടെ ചെയ്തികളെ നഖശികാന്തം എതിർത്തുകൊണ്ട് ഈ കേരളത്തിൽ ഏത് നേതാക്കന്മാരെക്കാളും കൂടുതൽ ശക്തമായി അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല. ഇവിടെ BJPയുടെ ഒരു എടുക്കുന്ന അതേ ശക്തിയിൽ തന്നെ സർക്കാരും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എങ്ങനെ മറുപടി പറയും? അതപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ആപേക്ഷികം. വെറുതെ ഒരു സംവിധാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചും ഒക്കെയുള്ള അതൊക്കെ നിങ്ങളുടെ സ്വാഭാവികമായിട്ടും ചർച്ചയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയുള്ള ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ്. KPCC എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായിട്ടൊന്നും ഗവൺമെന്റ് നിൽക്കുന്ന പ്രശ്നമില്ല. നേരത്തെ റിയാസ് പല കാര്യങ്ങളും SNDPയുടെ യോഗത്തിൽ വെള്ളാപ്പള്ളി മൗനം പാലിച്ചതിനെ എണ്ണി പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങളെ എണ്ണി പറഞ്ഞു. അതുപോലെ ശ്രീ KM സന്തോഷ് കുമാറും ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അല്ലെങ്കിൽ കൂടി CPMനെ അറ്റാക്ക് ചെയ്യാൻ പഴയ ചരിത്രങ്ങൾ എണ്ണി പറയുന്നുണ്ടായിരുന്നു. ഇവിടെ എന്ത് നടപടി എടുത്തു എന്ന് പറയാൻ എന്താണ് ഉള്ളത്? ഇന്ന കാര്യങ്ങളാണ് FIR രജിസ്റ്റർ ചെയ്ത ശേഷം അതിൻ്റെ അടുത്ത ദിവസം മുതൽ നടന്നത് എന്ന് നിങ്ങൾക്ക് ഈ ചർച്ചകളിൽ പറയേണ്ടതില്ലേ? വെള്ളാപ്പള്ളിക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് ഇത് എവിടെ എത്തി, ഏതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അവസാന നില എന്താണ്, അതൊക്കെ സ്വാഭാവികമായിട്ടും പരസ്യമായി നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഓരോ ഘട്ടത്തിലും ഇത് വിളിച്ചു പറയാനുള്ള ബാധ്യത പോലീസിനില്ല. പോലീസ് വളരെ ഗൗരവത്തോടെ കർശനമായൊരു വകുപ്പ് ഇട്ടുകൊണ്ട് അതിൻ്റെ ആ കേസ് ഗൗരവപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിൽ പിന്നെ എടുത്ത് ഓരോരാളെയും എണ്ണി പറയാൻ എന്താ വകുപ്പുള്ളത്? ഒരു പോലീസ് കേസ് രജിസ്റ്റർ പുതിയ സംഭവമല്ലല്ലോ. ഗുരുതരമായ കേസുകളുണ്ട്, സാധാരണ ന്യൂസൻസ് കേസുകളുണ്ട്. എല്ലാ കേസുകളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണോ തീരുമാനിക്കുന്നത്?
അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെ വേണമെന്ന് അങ്ങനെ അവരാണോ റിയാസ്, അതിന് പെട്ടെന്നൊരു മറുപടി. തീരുമാനിച്ചാണോ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകേണ്ടത്? ഒന്ന്, അദ്ദേഹം ഒന്നെങ്കിൽ ആ സെക്ഷനെ കുറിച്ച് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കി ബോധപൂർവ്വം പറയുകയോ ചെയ്യുന്നതാണ്. ഒന്ന്, സെക്ഷൻ 153A, ഞാൻ ഇപ്പോൾ സമയക്കുറവ് പോലും മുഴുവൻ അത് പറയുന്നില്ല. സെക്ഷൻ 153A പ്രകാരം നോൺ ബെയിലബിൾ, ജാമ്യമില്ലാത്ത വകുപ്പ്, അത് പ്രകോപനപരമായ മതവിദ്വേഷം സൃഷ്ടിക്കുന്ന പ്രസംഗം നടത്തുന്ന അതിനെതിരെയുള്ള കേസാണ്. ആ കേസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം ജാഥ. അത് അവിടെ വെച്ച് ജാഥ തടയണം. അത് തടയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ അദ്ദേഹം VM സുധീരനെ പറയുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ മാത്രം എടുക്കേണ്ട ഒരു നിലപാടല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ KPCC യോഗം തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ മതനിരപേക്ഷത? അല്ലെങ്കിൽ ഒരു ജാഥ നടത്തും മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ? ദൈനംദിനം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെ ദൈനംദിനം ചർച്ച ചെയ്യപ്പെടാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിൽ നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ട് മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കരുത്. എന്താ ഉമ്മൻചാണ്ടി ഉണ്ടാത്തത്? ഞാൻ കോൺഗ്രസിനെ ബോധപൂർവ്വം അറ്റാക്ക് ചെയ്യല്ല, കോൺഗ്രസിനകത്തുള്ള അണികൾക്കിടയിലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞത്. കോൺഗ്രസിലെ മതനിരപേക്ഷ മനസ്സുകൾ ഒരുപാട് പേരുണ്ട്. അവരെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ കാരണം എന്താ? കോൺഗ്രസ് നിലപാടെടുക്കുന്നില്ല, സമീപനത്തോട് മൃദു സമീപനം എടുക്കുന്നു. ഇതാ പ്രശ്നം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ പോലും കോൺഗ്രസിൻ്റെ മതേതരത്വ സ്വഭാവത്തെ ചോദ്യം ചെയ്തിട്ടില്ല. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിലേക്ക്. ഇന്ത്യയിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ വർഗീയതയ്ക്കെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ള ഏക രാഷ്ട്രീയ പാർട്ടി മാത്രമേ അത് ഉള്ളൂ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ഈ കേരളത്തിലും ഇവിടെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ഈ രാജ്യത്തെ BJP എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇപ്പം ഭരിക്കുന്ന സംവിധാനത്തിനെതിരെ ശക്തമായ പടയൊരുക്കം ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പടയൊരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അതിൻ്റെ ഞങ്ങൾ ഒന്നിച്ചു നിന്നുള്ള പോരാട്ടത്തിൽ ഒരുപക്ഷെ സാങ്കേതികമായി കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ അവകാശപ്പെടാം. പക്ഷേ ഇവിടെ ഗുജറാത്തിലേക്ക് എത്തുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അഭൂതപൂർവമായ വിജയത്തിലെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും BJPയെ കീഴ്പ്പെടുത്താൻ കേരളത്തിൽ എന്താ എന്നതാണ് ചോദ്യം. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, അതിന് മറുപടികൾ പറയുമ്പോൾ ഗുജറാത്തും ബീഹാറും ഒക്കെ ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നു. ഞാൻ കോൺഗ്രസിന്റെ എന്റെ മറുപടി കോൺഗ്രസിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ മതേതരത്വമല്ല, മതേതരത്വം ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മതേതരത്വം പറയേണ്ടത്, അല്ലാണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ മതേതരത്വം കാസർഗോഡ് കോൺഗ്രസ്. കേരളം ഒരു വർഗീയമായ വിഭജനത്തിലേക്ക് പോകുന്നു വെള്ളാപ്പള്ളിയുടെ ജാഥയിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തി പ്രതിഷേധിച്ച് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് അതിനെ എങ്ങനെ പിന്തുണയ്ക്കുന്നു? കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ ഏറ്റെടുക്കുന്നത് എന്നറിയേണ്ടതില്ലേ? യെസ്, അതാ ഞാൻ പറയുന്നത്. ആ വിഭജനത്തെ അതിശക്തമായി എതിർക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ മാർക്സിസ്റ്റുകാരനും വിഭജനത്തോട് ഒന്നിച്ചു നിൽക്കേണ്ടുന്ന മനസ്സുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ വെള്ളാപ്പള്ളിയുടെ വർഗീയമായ നീക്കത്തെ അല്ല, ഈ പറഞ്ഞ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ആത്മാർത്ഥമായി BJP എതിർക്കണം എന്നുള്ള നിലപാടുണ്ടെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പരസ്യമായും രഹസ്യമായും BJPയുമായി ചർച്ച നടത്തുകയും BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ? കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് 7 കൗൺസിലർമാരെ കൊടുത്തു. അവിടെയൊക്കെ കോൺഗ്രസ് 3-ാം സ്ഥാനത്താ. കോൺഗ്രസ് വിജയിച്ച സിറ്റിംഗ് സീറ്റിൽ ശ്രീ MK രാഘവൻ താമസിക്കുന്ന വീട് ഉൾപ്പെടുന്ന വാർഡിൽ ഉൾപ്പെടെ കോൺഗ്രസ് ജയിച്ച വാർഡിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തും BJP ജയിക്കുക. പരസ്യമായി കോൺഗ്രസ് നേതാക്കന്മാർ BJPയുമായി ചർച്ച നടത്തുന്നു. ചിലയിടത്ത് തലയിൽ മുണ്ടിട്ട് ചർച്ച നടത്തുന്നു. ആദ്യം അവർക്കെതിരെ നടപടിയെടുക്കൂ. പിന്നെ നിങ്ങൾ ദേശീയ രാഷ്ട്രീയം പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഹിമാചൽ അവിടെ ലോറി കർണാടക ഉത്തരാഖണ്ഡിലെ ഹരീഷ് റാവത്ത് പരസ്യമായി ഇതിനകത്ത് എന്താണ് താങ്കൾക്ക് സംഭാവന? കേരളത്തിലെ ഇപ്പൊ റിയാസും കുഞ്ഞിക്കണ്ണനും പറയുന്നത് BJP എതിർക്കുക അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തെ എതിർക്കുകയാണ് മതേതരത്വം എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ചില്ലറ വോട്ട് കിട്ടും ന്യൂനപക്ഷത്തിന്റെ ആണെങ്കിൽ അങ്ങനെ ചെയ്തോ? ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളിക്കെതിരായി 156(3) എടുത്തു, ഭയങ്കര നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്ന് പറഞ്ഞാൽ അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പല്ലേ കേരളത്തിലെ 5 MLA-മാർക്കെതിരെ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച്? അവരിന്നും സുന്ദരമായി നടക്കുകയല്ലേ? അതിൽ ആ നിയമത്തിന്റെ മുന്നിൽ 2 തരം പൗരന്മാരുണ്ടോ? ഈ MLA-മാർക്കെതിരായി എടുത്തിട്ടുള്ള കേസും നോൺ ബെയിലബിൾ ആണ് റിയാസ്.
അവരെല്ലാം ഇന്ന് സുന്ദരമായി കേരളത്തിൽ അങ്ങോട്ട് തിരുവനന്തപുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളിയെ മാത്രം കേസെടുത്ത് അകത്താക്കണം, മറ്റുള്ളവർ ഏതെങ്കിലും ഒരു JR പത്മകുമാർ, താങ്കൾ ഇത്ര ആവേശം കൊള്ളേണ്ടതില്ല. അല്ലല്ല, താങ്കൾ എങ്ങനെയെങ്കിലും റിയാസിനെയും KP കുഞ്ഞിക്കണ്ണനെയും ഒക്കെ ഞാൻ പറയട്ടെ, അതായത് റിയാസിനെയും KP കുഞ്ഞിക്കണ്ണനെയും ഒക്കെ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും താങ്കൾ ശുപാർശ ചെയ്തെങ്കിലും ആ വെള്ളാപ്പള്ളിയെ ഒന്ന് അറസ്റ്റ് ചെയ്യിച്ചാൽ താങ്കൾക്കാണ് ലാഭം. വെള്ളാപ്പള്ളിക്കെതിരെ എടുത്തത് നോൺ ബെയിലുകൾ ഭയങ്കര പ്രശ്നം. ഇവിടെ MLA-മാര് ഞാൻ ചോട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കൾക്ക് എതിരായിട്ട് നോൺ ബെയിലബിൾ വാറന്റിൽ ഇല്ലാത്ത കേസുകൾ ആളുകളുണ്ടോ? ഞാൻ റിയാസിലൂടെ അറസ്റ്റ് ചെയ്യാതെ നടക്കുന്ന എത്ര ആളുകൾ ഞാൻ പറഞ്ഞു തരാം. അവ പറയും അതെല്ലാം കള്ളക്കേസാണ്. അതൊക്കെ കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. രണ്ട് പ്രശ്നം, അതിന് മറുപടി പറയണം. അതെ, രണ്ട് പ്രശ്നം അതിന് അദ്ദേഹം ഒന്ന്, അദ്ദേഹം എന്തിനാ ഈ വെള്ളാപ്പള്ളി നടേശനെ പറയുമ്പോൾ ഇങ്ങനെ വികാരഭരിതനാവുന്നത്? അതിന് തന്നെ ഉത്തരമുണ്ട്. അദ്ദേഹം അമിത്ഷായുടെ ശിഷ്യനാണ് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് അദ്ദേഹം ഇവിടെ പറഞ്ഞു മറ്റു മതസ്ഥർക്ക് പണം കൊടുത്തതിന് കണക്കുണ്ട്, ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പിൻവലിച്ച പ്രസ്താവന BJP അറിയാതെ പറയുകയാണ്. അപ്പൊ ഇവരുടെ മനസ്സിൽ ഇപ്പൊ വരുന്നത് പിന്നെ രക്തസാക്ഷി കുടുംബങ്ങൾക്ക് ഫണ്ട് വിരിച്ചിട്ട് കൊടുത്തോ ഇല്ലയെന്ന് ആ കുടുംബങ്ങളുടെ വീട്ടിൽ പോയി എൻ്റെ പ്രിയപ്പെട്ട SNDP-യുടെ സുഹൃത്ത് ചോദിക്കുക. പോകുമ്പോ ഒരു ലൈഫ് ഇൻഷുറൻസ് കൂടി എടുത്ത് പോകുന്നത് നല്ലതാണ്. കാരണം മൈക്രോ ഫിനാൻസ് പാവപ്പെട്ട പിന്നോക്കക്കാരെ തട്ടിപ്പ് നടത്തിയ പണമല്ലേ? ആ പണമല്ലേ ഇത് എന്ന് ജനം ചോദിക്കുക. രക്തസാക്ഷികളെ കുറിച്ച് സന്തോഷ് കുമാർ താങ്കൾ ലൈനിലുണ്ടോ? ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ റിയാസിന് അറിയേണ്ടത് ഇന്ന് ശ്രീ VS അച്യുതാനന്ദൻ കോടതിയിൽ നേരിട്ടെത്തി കൊടുത്ത ഹർജിയെ കുറിച്ച് കൂടിയാണ്. ഈ മൈക്രോ ഫിനാൻസിലൂടെ അത് ഇന്ന് പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നോട്ടീസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിച്ചതിന്റെ തെളിവല്ലേ ഈ നോട്ടീസ് ഉൾപ്പെടെ? ലാലെ, ഏത് കേസിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അതിനകത്ത് ഈ മൈക്രോ ഫിനാൻസിൽ യാതൊരു വിധം ഒരു രൂപയുടെ ഗുണം SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടായെന്ന് തെളിയിക്കണം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ അച്യുതാനന്ദൻ ഈ 93-ാം വയസ്സിൽ നേരിട്ട് ഹാജരായി. ഇപ്പൊ തന്നെ അതിന്റെ പേര് വെള്ളാപ്പള്ളി സാറിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നവർക്കാണ് നടക്കാൻ മേലാതെ അവിടം വരെ പോയത്. ഈ പ്രകടനങ്ങളൊന്നും വെള്ളാപ്പള്ളി സാറിന് തേക്കത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ 153A പ്രകാരം കേസെടുത്ത് എടുക്കണമെങ്കിൽ കാന്തപുരത്തിനെതിരെ കേസെടുക്കണമായിരുന്നു, ഇടുക്കി ബിഷപ്പിനെതിരെ കേസെടുക്കണമായിരുന്നു. ജാലിയൻവാലാബാഗ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ തൃശൂർ ബിഷപ്പിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പറഞ്ഞല്ലോ, മതപരിവർത്തനത്തെ കുറിച്ചും സുവിശേഷ പ്രസംഗത്തെ കുറിച്ചും പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് പറഞ്ഞില്ലേ, എന്താണ് തീവ്രവാദി യാക്കൂബ് മാമിനെ തൂക്കിക്കൊന്നത് മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ തൂക്കിക്കൊന്നെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞല്ലോ. ഇത്രയും നിരത്തിയല്ലോ ശ്രീ KM സന്തോഷ് കുമാർ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ ഈ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഇരുന്ന സ്ഥലത്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് എന്നാണല്ലോ നിങ്ങൾ അഭിമാനം കൊള്ളുന്നത്. ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച, മുന്നേറ്റത്തിലേക്ക് നയിച്ച ആ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹമാണോ ഈ കാന്തപുരത്തോടും ആ ബിഷപ്പിനോടും ഒക്കെ മത്സരിച്ച് ഇങ്ങനെ കാക്കി നിക്കറും വെള്ള ഉടുപ്പും ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഒരിക്കലും കാക്കിയോടും വെള്ള ഉടുപ്പ് ഇടാൻ നിങ്ങൾ ശ്രമിച്ചതല്ലേ, നടക്കില്ലല്ലോ. ഞാൻ ലാലെ, ധൈര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാക്കിയോട് നിക്കറും വെള്ള ഉടുപ്പ് ഇടിപ്പീര്. അങ്ങനെ ഇടുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കാക്കി നിക്കറും വെള്ള ഉടുപ്പ് ഇടാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഈ നൗഷാദിനെയൊക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തത്? ഇങ്ങനെ കയ്യടി വാങ്ങാൻ വേണ്ടി ഈ JR പത്മകുമാറിനോടൊപ്പം BJP-യോടൊപ്പം നിൽക്കുന്നത്? അല്ലല്ല, നൗഷാദിനെ ആരും അറ്റാക്ക് ചെയ്തില്ല. പറയുന്നല്ലേ, അദ്ദേഹം വിവേചനം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, മദ്രസ നവീകരണത്തിന് 20 ലക്ഷം രൂപ, മുസ്ലിം സ്കൂളുകളുടെ റിലേഷൻസിന് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇപ്പുറത്തൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ പുരോഹിതന്മാർക്ക് 4000 രൂപ കൊടുക്കുന്നു. അങ്ങനെ ഓരോന്നിനും ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസ വായ്പ 3%. ശ്രീ KM സന്തോഷ് കുമാർ, SNDP യോഗം ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലും മറ്റ് ജനറൽ സെക്രട്ടറിമാരുടെയൊക്കെ കീഴിലും മുൻകാലങ്ങളിൽ അതാത് സർക്കാരുകളോട് ബാർഗെയിൻ ചെയ്ത് ഓരോന്നും നേടിയത് കൊണ്ടല്ലേ മറ്റു ഹിന്ദു സമൂഹങ്ങൾക്ക് കുറഞ്ഞു പോയത്? ഇന്നിപ്പോ നിങ്ങൾ അവരെ കൂടെ നിന്നുകൊണ്ട് ഈ ഗവൺമെന്റുകൾക്കെതിരായി നിൽക്കുകയല്ലേ? നിങ്ങളല്ലേ ഈ മത്സരത്തിൽ SNDP-ക്ക് വേണ്ടിയും ഈഴവർക്ക് വേണ്ടിയും വാദിച്ചുകൊണ്ട് മറ്റു സമുദായങ്ങൾക്ക് ഒന്നും ഇല്ലാതാക്കിയത്? ഞങ്ങളുടെ ആഗ്രഹം ഒരു വീട് എറുമ്പിനും വരുത്താത്തൊരു കാലം ഉണ്ടാവണം. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി,
ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സാമൂഹ്യനീതി, അതാണ് SNDP യോഗത്തിന്റെ ലക്ഷ്യം. ഇക്വലിബ്രിയം, സമത്വം, തുല്യത. ഒരു പൂന്തോട്ടത്തിൽ എല്ലാ പൂക്കളും കെ എം സന്തോഷ് കുമാർ, ഞാൻ എന്തെങ്കിലും നേരിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ സംസ്കൃതത്തിൽ ഉത്തരം പറയുന്നത് ഈ ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമില്ലാതെ വരുമ്പോഴാണ്. ഒരിക്കലുമല്ല. എനിക്ക് ഉത്തരമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഉത്തരമുള്ളത് കൊണ്ടും എന്റെ ഉത്തരം സത്യമായതുകൊണ്ടും എന്റെ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ പറഞ്ഞത് പച്ചയായ സത്യങ്ങളാണ്. ആ സത്യത്തിന്റെ മുഖം വികൃതമായി തോന്നും, പക്ഷെ സത്യമേ ജയിക്കൂ. സത്യമേവ ജയത. ശരി, അങ്ങനെ ജയിക്കാൻ വേണ്ടി നാളെ ശംഖുമുഖത്ത് എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? BDJP എന്ന പുതിയ പാർട്ടിയാണെന്ന് എവിടെയൊക്കെയോ കേൾക്കുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതൊക്കെ എന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഉന്നതമായ കാര്യങ്ങളാണ്. ഞാൻ അതിൽ വളരെ ശിശുവായ, വളരെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു നേതാവാണ്. ആദ്യമായിട്ടാണ് താങ്കൾ ഒരു കാര്യത്തിന് ഒന്നും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ശിശുവാണ് താങ്കൾ എന്ന് പറഞ്ഞത്. ഇത്രയും നേരം താങ്കൾ വളരെയധികം ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അതിന്റെ പിതാവ് അതിന്റെ പേരിടും. ആ കുട്ടിയുടെ പേര് അതിന്റെ പിതാവ് തന്നെ ഇടും. ഞാൻ പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. ശരി, നമുക്ക് ആ ചോദ്യത്തിന്റെ എല്ലാവരുടെയും റെസ്പോൺസ് എടുത്ത് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, നാളെ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ജാമ്യമില്ലാത്ത കേസിന് ചാർജ് ചെയ്യപ്പെട്ട ആൾ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നു. കണ്ടുകൊണ്ട് നിൽക്കുകയാണ് താങ്കൾ. പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള അവകാശത്തെ ആരാ ഇപ്പോൾ അവർക്ക് തടസ്സപ്പെടുത്താൻ പറ്റും? അങ്ങനെ തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് കോൺഗ്രസ് മാത്രം മതി എന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നില്ലേ? ഇന്ത്യയിലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരും അവരുടെ ആഗ്രഹങ്ങൾക്കും ആശയങ്ങൾക്കും അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരാം. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടികളുടെ തത്വസംഹിതകൾ, രാജ്യത്തെ ജനങ്ങളോടുള്ള അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമ്പോൾ നൗഷാദിനെ പോലുള്ള ഒരു മനുഷ്യസ്നേഹിയെ പോലും തള്ളിപ്പറയത്തക്ക വിധം ഭീകരമായ രീതിയിൽ മനസ്സിൽ ഇത്തരം ഒരു വർഗീയ ചിന്ത വെച്ച് പുലർത്തുന്ന ആൾ പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ ഭാവി എന്താകുമെന്നതിനെ കുറിച്ച് ആരെങ്കിലും ഗണിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ SNDPയുടെ വക്താവ് ഇവിടെ പറഞ്ഞു, സത്യമേവ ജയതേ, സത്യമേ ജയിക്കൂ. സത്യത്തിന് കയ്യും കാലില്ല ഞാൻ നന്നായി, ഇല്ലെങ്കിൽ അത് നടന്നുപോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെയും കൂട്ടരുടെയും കൈകളിലാണ് സത്യമെന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിലെ പാവങ്ങളിൽ പാവങ്ങളെ തട്ടിപ്പ് നടത്തി, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തി, സമുദായ സ്നേഹം പറഞ്ഞു നടക്കുന്ന ആളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കുടപിടിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പക്ഷേ ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങൾ അതിന് നിൽക്കില്ല. അത് മനസ്സിലാക്കണം. പിന്നെ കേരാവണി യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയത് കൊണ്ട് ഒരു ത്യാഗമാണ്, സഹനമാണ്, മഴ അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ജനം തിരിച്ചറിയും. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ശ്രീ JR പത്മകുമാർ, ശ്രീ KM സന്തോഷ് കുമാർ.